ഹലോ, ഹായ് മുത്തുമണിസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ, നമ്മൾ രാവിലെ തന്നെ നമ്മളെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം കേട്ടോ, ഇന്നത്തെ ഒരു കാലാവസ്ഥയാണ് നല്ല മഴ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ റെഡ് അലേർട്ടാണ്, സ്കൂളില്ല, മദ്രസില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഒരു ഭയങ്കര വല്ലാത്തൊരു ടെൻഷനാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതുപോലത്തെ മഴയൊക്കെയാണ് കേട്ടോ, ചൂരൽമല ഉരുൾപൊട്ടിപ്പോയത്. അതുപോലത്തെ ഒരു മഴ കേട്ടോ, ഇങ്ങനെ ചോരാതെ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. ഒന്നും സംഭവിക്കാതെ കേട്ടെ എവിടെ. ഈ മഴ ആയാലും ഒരു ടെൻഷൻ, വെയിലായാലും രണ്ടും ആവശ്യം തന്നെയാണ്. എന്നാലും നമ്മളെന്താ അതിലേക്കൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കണം. അപ്പം ഇന്നത്തെ ഒരു ഇതാണ് കാലാവസ്ഥേൻ്റെ തട്ടൊക്കെ. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കണേ. മഴ പെയ്താൽ പിന്നെ നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ കഴിയാതെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ വീട്ടിലെ കാര്യങ്ങളും പണികളും എടുത്ത് ഇങ്ങനെ നിൽക്കും. പിന്നെ മഴ പെയ്താൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അങ്ങനെ വീട്ടിലിങ്ങനെ അടങ്ങിയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കണം തോന്നും കേട്ടോ. അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഉള്ളവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കട്ടോ. ഇതിപ്പോൾ നമ്മളെ വീടിൻ്റെ മുൻഭാഗത്താട്ടോ, മുൻഭാഗങ്ങളിങ്ങനെ അതുപോലെ ഈ മഴ പെയ്താൽ തന്നെ മഴ കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാർക്കൊരു ടെൻഷനാട്ടോ. വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു, പിന്നെ ഈ മരം പൊട്ടി വികര്, മതിലുകൾ ഇടിയൽ, ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഈ മഴക്കാലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഒരു സമാധാനത്തിൽ ഉറങ്ങാനോ അതുപോലെ പണിക്ക് പോയവർക്കൊന്നും കഴിയില്ല കേട്ടോ. കാറ്റടിച്ചാൽ മരം പൊട്ടി വീഴുമോ, വീടിൻ്റെ മുകളിലേക്കാവോ, എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ചിന്തയും കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ എന്താണ് ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ആകുമ്പോൾ എന്തോ ഒരു ടെൻഷനായിരിക്കും. അവരൊക്കെ സമ്മതിക്കണം. നമുക്ക് തന്നെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരിത് ഇങ്ങനെ തോന്നലാണല്ലോ. അതെന്താ വെച്ചാൽ ഒരു കുന്നും പ്രദേശമൊക്കെ ആണെങ്കിൽ വേഗം ഇടിച്ചിലിനൊക്കെ ഒരു സാധ്യത ഉള്ള സ്ഥലങ്ങളാണല്ലോ. നമ്മളവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഒരു കുന്നാണ്, അങ്ങാടി തന്നെയാണ്, എന്നാലും ചെറിയൊരു കയറ്റമുള്ളതുകൊണ്ട് ഇങ്ങനെ ഇടിയാനൊക്കെ ഒരു സാധ്യത ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് ഒരു ടെൻഷനാണ്. അതുപോലെ മരങ്ങൾ, റബ്ബറുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പൊട്ടി വീഴുക, അതൊക്കെ സാധാരണയാണ് കേട്ടോ. എന്നാലും അതിനൊക്കെ ഒന്ന് തരണം ചെയ്ത് നമ്മൾ ജീവിക്കണം. അപ്പം ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു വ്ളോഗാട്ടത്. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും. മഴ ആയാൽ പിന്നെ നമുക്കെന്താ വീടിൻ്റെ പുറം ഭാഗത്ത് മുറ്റടിക്കുക, അതങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വീട്ടിൻ്റെ ഉള്ളിലുള്ള പണികൾ മാത്രം കേട്ടോ. അതുകൊണ്ട് എന്താണ് വീട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം. നമുക്ക് വീടിൻ്റെ പുറം ഭാഗം വൃത്തിയില്ലെങ്കിലും വീട്ടിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് ഓരോ പണികൾ എടുക്കാം, ഇങ്ങനെ കൊണ്ടെടുക്കാം. വേഗം പണിയും കാര്യങ്ങളും കഴിയും. ഇത് നമ്മളെ വീടിൻ്റെ പുറകു വശം കേട്ടോ. പുറകു വശത്ത് ഉണ്ടല്ലേ ഈ മതിലുകളൊക്കെ പെട്ടെന്ന് ഓരോ മഴക്കും ഇങ്ങനെ ഇങ്ങനെ തീരലാണ് സാധാരണ. ഇവിടെ പിന്നെ വേറെ ആളെ സ്ഥലമാണ് കേട്ടോ. പിന്നെ അവിടെ മുകൾ ഭാഗമൊക്കെ റബ്ബറുമാണ്. കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ കെട്ടാത്തത് എന്നൊക്കെ. ഇത് ഞമ്മളുടേതല്ല, ഇത് വേറെ ആൾക്കാരുടെ സ്ഥലമായത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതൊക്കെ ഒരു കെട്ടിക്കുളമൊക്കെ ഒരു സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണല്ലോ വീടിൻ്റെ പുറത്ത്. പക്ഷേ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇടിയണതും മതിലുകൾ ഇടിയണത്, അതുപോലെ ഇതിലൂടെയൊക്കെ ഉള്ള നടത്തം കാര്യങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കുക. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെഹിക്കൽ ഓരോ അപകടങ്ങളൊക്കെ ഈ മയത്ത് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ ഒന്ന് കുറയ്ക്കുക. വെഹിക്കൽസ് വിൽക്കുക, എന്നിട്ട് കൈയും കാലും പൊട്ടുക, അതൊക്കെ ശ്രദ്ധിച്ച് പുറത്തൂടെയൊക്കെ ഇറങ്ങി നടക്കുക. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. നിങ്ങളെ അവസ്ഥ എന്താണെന്നുള്ളതും ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ബൈ.